നമസ്കാരം. റഷ്യയോട് പൊരുതി നിൽക്കാനാകാത്ത പരിതസ്ഥിതിയാണ് ഇപ്പോൾ യുക്രൈൻ സേനയെ ബാധിച്ചിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാം. ആവശ്യത്തിന് അംഗബലമില്ല എന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധി യുക്രൈനെ ഇപ്പോൾ യുദ്ധമുഖത്ത് അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനു പുറമെ പുതുതായി സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തവരെല്ലാം തന്നെ ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുന്ന ഒരു പ്രതിസന്ധി കൂടി യുക്രൈൻ സൈന്യം ഇപ്പോൾ നേരിടുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി തരണം ചെയ്യുന്നതിനായി യുക്രൈൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. സൈന്യത്തിലേക്ക് വേണ്ടത്ര ആളുകളെ ലഭിക്കാതായതോടെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുൾപ്പെടെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് സെലൻസ്കി ഭരണകൂടം എത്തിച്ചേർന്നതത്രേ. സെലൻസ്കി സർക്കാരിന്റെ സൈനിക പരാജയത്തെക്കുറിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തേക്കാൾ ഇരട്ടിയിലധികം യുക്രൈൻ സൈനികർ 2024 ഒളിച്ചോടിയതായാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ മാത്രം യുക്രൈൻ പ്രോസിക്യൂട്ടർമാർ ഇത്തരത്തിൽ 60,000 ഒളിച്ചോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ വിവരം. യുക്രൈൻ സേനയിലെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ സൈനികർ തങ്ങളുടെ സേവനം മതിയാക്കി ഒളിച്ചോടുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സൈനികർ നേരിടുന്ന മാനസിക സമ്മർദ്ദവും യുദ്ധത്തിന്റെ ദൈർഘ്യവും ഇതിനവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒളിച്ചോടലിന്റെ ഫലമായി യുക്രൈൻ സേനയിൽ സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ സെലൻസ്കി ഭരണകൂടം നേരിടുന്ന വെല്ലുവിളികൾ റഷ്യക്കെതിരെ പോരാടുന്നതിനുള്ള യുക്രൈൻ സൈന്യത്തിന്റെ പ്രവർത്തനശേഷിയെയും കരുത്തിനെയും പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത. ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ഒളിച്ചോട്ടം പലർക്കും യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗമായി മാറി. 2024 യുക്രൈൻ സേനയിൽ സൈനികരുടെ വലിയ തോതിലുള്ള കുറവിനെ തുടർന്ന് സർവീസിൽ കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചവരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം മാറ്റിയിരുന്നു. അതേസമയം യുക്രൈൻ സൈന്യത്തിൽ പുതുതായി റിക്രൂട്ട് ചെയ്തവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നതും ഇവർക്ക് വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഇത്തരത്തിൽ പുതുതായി സേനയിൽ ചേരുന്ന 50% മുതൽ 70% വരെയുള്ള സൈനികർ 10 ദിവസത്തിനുള്ളിൽ തന്നെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പുതിയ സൈനികരിൽ ഭയമുണ്ടാക്കുകയും കൂട്ടത്തോടെ ഒളിച്ചോടി പോകാനുള്ള തീരുമാനത്തിൽ അവരെ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിന് പുറമെ നാറ്റോ രാജ്യങ്ങളിലെ പരിശീലന ക്യാമ്പുകളിലും സമാനമായ ഒളിച്ചോട്ട പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. പോളണ്ടിലെ ക്യാമ്പുകളിൽ നിന്ന് ഓരോ മാസവും ശരാശരി 12 യുക്രൈൻ സൈനികർ ഒളിച്ചോടുന്നു എന്നത് മാനവ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട കടുത്ത വെല്ലുവിളികളെ വെളിപ്പെടുത്തുന്നു. നിലവിലുള്ള ഈ സാഹചര്യങ്ങൾ യുക്രൈൻ സായുധ സേനയ്ക്ക് വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം 2 ലക്ഷം സൈനികർ സേനയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് യുക്രൈനിയൻ MP അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞത്. യുക്രൈൻ സായുധ സേനയിൽ നിലവിൽ 3,50,000 സൈനികർ സജീവമായി യുദ്ധമുഖത്തുണ്ടായിട്ടും സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് യുക്രൈൻ സൈന്യത്തിന് കടുത്ത വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. സൈന്യത്തിന്റെ മാനസിക സമ്മർദ്ദവും നിർബന്ധിത സേവനമനുഷ്ഠിക്കലും യുക്രൈൻ സേനയുടെ ദീർഘകാല പ്രതിരോധ ശേഷിയെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. യുക്രൈൻ സൈന്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാനവ വിഭവശേഷിയുടെ കുറവ് സാങ്കേതികമായും മാനസികമായും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദൈർഘ്യമേറിയ സേവനമനുഷ്ഠിച്ച നാറ്റോ സൈനിക വിഭാഗങ്ങൾ കഴിഞ്ഞ വർഷമുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലായതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം സേനയ്ക്കാവശ്യമായ സൈനികരുടെ അഭാവത്തെ തുടർന്ന് യുക്രൈൻ സേന തെരുവുകളിൽ നിന്ന് സൈന്യത്തിലേക്ക് നിർബന്ധിത റിക്രൂട്ട്മെന്റ് നടത്തുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ബധിരർ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവർ എന്നിവരെയാണ് യുക്രൈൻ സേനയിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈൻ സേനയ്ക്ക് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല
എന്ന കാര്യം ഉറപ്പാണ്. വരും മാസങ്ങളിൽ 1,60,000 പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാനാണ് യുക്രൈൻ പ്രതിരോധ സേന ശ്രമിക്കുന്നത്. ഈ ലക്ഷ്യത്തിലെത്താൻ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 25-ൽ നിന്ന് 18 കുറയ്ക്കാൻ അമേരിക്ക യുക്രൈൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. നന്ദി.